സെൻട്രൽ ജാവയിലെ മകുൻസാരി വില്ലേജില് റോങ്കങ് ഡാൻസറായ സുലാസ്ത്രീ പെട്ടെന്നൊരു ദിവസം നിർഭാഗ്യകരമായി മരണപ്പെടുകയാണ്. ആദ്യ കൂട്ടുകാരെ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിടിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2015 കാലഘട്ടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ജാവയിലെ മകുൻസാരി വില്ലേജ്. ഇമാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സുലാസ്ത്രീയുടെ കാമുകനായിരുന്നു. അവനാകട്ടെ ഇപ്പൊ ഒരു വെഡ്ഡിംഗ് റിംഗുമായിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനായി അവളുള്ള സ്ഥലത്തേക്ക് വരികയാണ്. സുലാസ്ത്രീ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകൾക്ക് മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതേ ഗ്രാമത്തിലെ തന്നെ ഒരു വിഡ്ഢിയായ വോങ്സോ എന്ന് പറയുന്ന ഒരാള് അങ്ങോട്ടേക്ക് വരുന്നത്. ഈ വോങ്സോയ്ക്കും സുലാസ്ത്രീയോട് കടുത്ത പ്രണയമായിരുന്നു. പക്ഷേ അവനെ അപ്പ തന്നെ ഇമാം അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. പെട്ടെന്നാണ് അവിടെ കറണ്ട് പോകുന്നത്. ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്നും ഒരു തരത്തിലുള്ള സൗണ്ടും കേൾക്കാത്തത് കൊണ്ട് സംശയം തോന്നിയ ഇമാം ആകട്ടെ ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ വാതിൽ നിറന്ന് മുന്നോട്ടേക്ക് പോയി. പെട്ടെന്നൊരു ഇടി വെട്ടുന്നതും അവന്റെ തലക്കിട്ട് ആരോ അടിക്കുന്നു. അതോടുകൂടി ഇമാം മരണപ്പെടുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം സുലാസ്ത്രീയെയും ഇമാമിനെയും ഈ നാട്ടിലുള്ളവര് ആരും തന്നെ കണ്ടിട്ടില്ല. 7 വർഷം കഴിഞ്ഞിട്ടും ആ ഗ്രാമത്തിലുള്ളവർക്ക് ഇപ്പോഴും ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രണയ ജോഡികളായിട്ടുള്ള ലാരാ സദിയയും ഹദിയയുമാണ്. ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചാണ് രണ്ടുപേരും മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാവരും സെന്റ് ഓഫിന്റെ ഭാഗമായിട്ട് ലാരാ സദിയുടെ ഷർട്ടിലൊക്കെ ഓരോരോ ഓട്ടോഗ്രാഫും മറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹദി മാത്രം എഴുതിയിട്ടില്ല. അവനിപ്പോ അത് എഴുതി കൊടുക്കുന്നുണ്ട്. ശേഷം അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു അടിപൊളി വാച്ച് നൽകുന്നു. ഇവരുടെ വീട് ഈ ഒരു ഫോറസ്റ്റും കടന്നു വേണം പോകാനായിട്ട്. അപ്പൊ അതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നും പറഞ്ഞ് ഹദിയോട് യാത്ര പറഞ്ഞ് ലാരാ സദി ആ ഒരു കാട്ടിലൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. രണ്ടുപേർക്കും ഈ ഒരു നാട്ടിൽ നിന്ന് മാറി നല്ലൊരു ഉദ്യോഗസ്ഥ പദവിയിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം. പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ഹാദി ലാരാ സദിക്ക് ആ ഒരു വാച്ച് ഗിഫ്റ്റായി കൊടുത്തത്. അവൾ വളരെ സന്തോഷവതിയാണ് ഇപ്പോൾ. അങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവൾ വീണു പോവുകയാണ്. അവളുടെ കാലില് എന്തോ തരത്തിലുള്ള ഒരു തുണിയും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പകുതി ഭാഗം മണ്ണിനടിയിലായിരുന്നു. ഇവൾ അതങ്ങനെ വലിച്ചു വലിച്ച് ഇപ്പൊ ആ ഒരു തുണിയുമായി ഒരു കിണറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൾ അത് മണ്ണ് മാറ്റി നോക്കിയപ്പോ അതിലൊരു ഭാണ്ഡമായിരുന്നു. അതിനുള്ളിലായിട്ട് ഒരു ചുവന്ന ഷാള് പോലുള്ള ഒരു വസ്ത്രവും അതിന്റെ ഒപ്പം തന്നെ ഒരു റേഡിയോയും അവൾക്ക് കാണാനായിട്ട് സാധിച്ചു. പഴയ റേഡിയോ ആണെന്നുണ്ടെങ്കിലും അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൾ അതെല്ലാം കെട്ടിപ്പെറുക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. പക്ഷെ ആ ഒരു കിണറിൽ നിന്നും എന്തോ ഒരു കറുത്ത തരത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവൾ അത് കാണുന്നില്ല. റേഡിയോയും അതുപോലെ തന്നെ ആ ഒരു റെഡ് ഷാളും എടുത്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവളെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും തന്നെ കാണാനില്ല. റേഡിയോ കിട്ടിയ സന്തോഷത്തിൽ അവൾ അതൊന്നും കാര്യമാക്കാതെ നേരെ വീട്ടിലേക്ക് പോകുന്നു. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അവിടുന്ന് കിട്ടിയ ആ ഒരു റേഡിയോ പരിശോധിക്കുകയാണ് നമ്മുടെ ലാരാ സദി. അതിന്റെ ബാറ്ററി മൊത്തം പോയി കിടക്കുകയായിരുന്നു. അങ്ങനെ ടോർച്ചിന്റെ ബാറ്ററി എടുത്തിട്ട് അവൾ ആ ഒരു റേഡിയോയിലേക്ക് ഇടുന്നു. എന്നിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷെ വർക്ക് ആവുന്നില്ല. അപ്പോഴേക്കും അമ്മ അവളെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു. അമ്മയും മകളും അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ആർഗ്യുമെന്റിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ലാരാ സദിയുടെ അമ്മയ്ക്ക് ഈ ഒരു ലാരാ സദി റോങ്കങ് ഡാൻസർ ആവണം എന്നാണ് ആഗ്രഹം. പക്ഷെ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസർ ആവണം, എന്തെങ്കിലും ഒരു സർക്കാർ ജോലി നേടി അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ്. ലാരാ സദിയുടെ അമ്മയ്ക്ക് എപ്പോഴും ശ്വാസം മുട്ടലും ചുമയുമാണ്. റോങ്കങ് ഡാൻസ് കളിക്കുന്ന ആ ഒരു ഷാളൊക്കെ ഇപ്പോ ലാരാ സദിയുടെ കഴുത്തിലേക്ക് അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ്. പക്ഷെ ഈ റോങ് ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് പോലും അവൾക്ക് അറിയില്ല. അമ്മേ, എനിക്കിതിലൊന്നും ഒരു ആഗ്രഹവുമില്ല. ഞാൻ വലിയൊരു ഓഫീസർ ആവും. അത് തന്നെ അമ്മയ്ക്ക് അഭിമാനമായിരിക്കും എന്നും പറഞ്ഞ് അവള് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ആ ഒരു റേഡിയോമ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലാരാ സദിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഹദി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു വാച്ച് അവൾ ആ കാട്ടിൽ വീണപ്പോ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതെടുക്കാനായിട്ട് ഇപ്പൊ വീണ്ടും റേഡിയോയിലുണ്ടായിരുന്ന ആ ഒരു ബാറ്ററി ടോർച്ചിലേക്ക് ഇട്ട് അവൾ നേരെ ആ ഒരു കാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അമ്മയോടൊന്നും പറയാതെയാണ് അവൾ വാതിലും തുറന്ന് ടോർച്ചും എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ഒരു കിണറിനടുത്തായിട്ട് തന്നെ ആ ഒരു വാച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അതെടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. അവിടുത്തെ കിണറ്റിൽ നിന്നായിരുന്നു ആ ഒരു ശബ്ദം. കിണറ്റിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു കറുത്ത കുമിള ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് അവൾക്ക് കാണാൻ സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൾ വീട്ടിലേക്ക് പോയി. എന്നിട്ട് കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ ആ ഒരു ടേപ്പ് റെക്കോർഡറിൽ ഒരു പാട്ട് താനെ ഓണാവുന്നുണ്ട്. ശേഷം ആ ഒരു റെഡ് ഷോൾ ഉണ്ടല്ലോ, അതിപ്പോ അവളുടെ ദേഹത്തേക്ക് തനിയെ പോകുന്നുണ്ട്. ഈ ഒരു പാട്ട് കേട്ടിട്ട് നമ്മുടെ ലാരാ സദിയുടെ അമ്മ ലാരാ സദിയുടെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവളാകട്ടെ ആ ഒരു റോങ്ങങ് ഡാൻസ് അടിപൊളിയായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്.
ഇവളുടെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി. സുലാസ്ത്രീ കളിക്കുന്നത് പോലെ തന്നെയാണ് തന്റെ മകളും കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു അമ്മയാകട്ടെ അടുത്ത ദിവസം തന്നെ ലാര സതിയെ വലിച്ചഴച്ചുകൊണ്ട് അവിടുത്തെ മെയിൻ ഡാൻസ് ടീച്ചറായ മെനറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്റെ മകള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, ടീച്ചർ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് മകളോട് ഡാൻസ് കളിക്കാൻ പറയുകയാണ്. പക്ഷെ നമ്മുടെ ലാര സതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും അറിയില്ല. അവൾക്ക് ആ ഒരു റെഡ് ഷാള് കഴുത്തിലിട്ട് കൊടുത്തോട് കൂടിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ സുലാസ്ത്രീ കളിക്കുന്ന അതേപോലെ തന്നെ റോങ്കങ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഡാൻസ് ടീച്ചറായ മെനർ ആകെ ഞെട്ടിത്തെറിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുലാസ്ത്രീ എങ്ങനെയാണോ ഡാൻസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലാര സതിയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഡാൻസ് ടീച്ചറായ മെനറിന്റെ മകളായിരുന്നു സുലാസ്ത്രീ. യഥാർത്ഥത്തിൽ സുലാസ്ത്രീയുടെ ആ ഒരു പ്രേതം നമ്മുടെ ലാര സതിയുടെ ദേഹത്ത് കയറിയതായിരുന്നു. ഈ ഒരു ഡാൻസ് ടീച്ചറുടെ ചെവിട്ടിലായിട്ട് തന്നെ സുലാസ്ത്രീയുടെ പ്രേതം പറയുന്നുണ്ട്, അമ്മേ എന്നെ രക്ഷിക്കൂ, ഞാൻ ആ ഒരു കിണറ്റിൽ തന്നെ ഉണ്ട്. തന്റെ മകൾ മരിച്ചെന്ന് സുലാസ്ത്രീയുടെ അമ്മയായ മെനറിന് ഇപ്പോ മനസ്സിലായി. പുള്ളിക്കാരി അന്ന് രാത്രി തന്നെ ആ ഒരു കിണറിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം സുലാസ്ത്രീയുടെ ആത്മാവിനെ ആ ഒരു കിണറ്റിൽ നിന്നും പുറത്തെടുക്കുന്നു. സുലാസ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ മെനർ വ്യക്തമായി മനസ്സിലാക്കി. മെനറിന്റെ വിശ്വസ്തനായ മൻഡോയോടും ഈ കാര്യം അവൾ പറഞ്ഞു. അങ്ങനെ മെനറും അതുപോലെ തന്നെ ഈ ഒരു മൻഡോയും കൂടി ചേർന്നിട്ട് പുതിയ റോങ്ങങ് ഡാൻസറിനെ രംഗത്ത് കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ലാര സതി തന്നെയായിരുന്നു. ഇത് കണ്ടിട്ട് ഹതി അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ലാര സതിയുടെ അമ്മയുടെ മുഖത്തെ പാടുകളും അവരുടെ വയ്യായികയും മാറിയിരിക്കുന്നു. അങ്ങനെ വില്ലേജ് ഹെഡായ മാൻഡോ സുലാസ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദികളായ ആ 4 പേരെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുത്തുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വിൻഡ്മിൽ ഉണ്ടാക്കിയത് ഇവർ 4 പേരും കൂടി ചേർന്നാണ്. അന്ന് രാത്രി സുലാസ്ത്രീ ആ ഒരു റോങ്ങിങ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് അവരുടെ ആ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതിനുശേഷമാണ് സുലാസ്ത്രീയെ കാണാതായത്. ഇവർ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ തന്നെ ഗ്രാമത്തിലെ വിഡ്ഢിയായിട്ടുള്ള വോങ്സോ എന്ന് പറയുന്ന ആള് ഗ്രാമത്തിലുള്ളവരുടെ അടുത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. KKN സർവീസ്, അതായത് സ്റ്റുഡന്റ് സ്റ്റഡി സർവീസിന്റെ ഭാഗമായിട്ടാണ് അദിത്ത്, റിക്കി, യുധി, സെൻ എന്ന് പറയുന്ന 4 ചെറുപ്പക്കാര് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരികയും 7 വർഷം മുമ്പ് ആ ഒരു വിൻമില്ല് ഉണ്ടാക്കുകയും ചെയ്തത്. ഗ്രാമത്തിലുള്ളവർക്ക് ഇവരെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അതെ. ഗ്രാമത്തിലെ കമ്മിറ്റിക്കാരങ്ങനെ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തു. അന്ന് 7 വർഷം മുമ്പ് അവർ താമസിച്ച അതേ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും താമസിക്കാനായിട്ട് പോകുന്നത്. ഈ ചെറുപ്പക്കാരില് യുധി എന്ന് പറയുന്നവനും അതി എന്ന് പറയുന്നവനും വളരെ സൈലന്റ് ആയിരുന്നു. പക്ഷേ റിക്കിയും സെന്നും ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈംഗിക ചോയോട് കൂടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ലാര സതിയോട് സംസാരിക്കുന്നത്. ഹദിക്ക് അതൊട്ടും പിടിക്കുന്നില്ല. അങ്ങനെ ഇവരുടെ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ ഹദിയും അതുപോലെ തന്നെ ലാര സതിയും അവിടെ നിന്ന് തിരികെ പോവാനായിട്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ 7 വർഷം മുമ്പ് അവരവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ 4 പേരും ഓർക്കുന്നുണ്ട്. 7 വർഷം മുമ്പ് ഉറക്കമുണർന്ന ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മുടെ ആദിത്തും അതുപോലെ തന്നെ യുധിയും കാണുന്നത് ചോരപ്പാടുകളാണ്. എന്തോ ഒന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. അവരത് പിന്തുടർന്ന് പോയപ്പോ അവിടുത്തെ കുളിമുറിയിലായിട്ട് റിക്കിയും സെന്നും കൂടി ചേർന്നിട്ട് ഇമാമിന്റെയും അതുപോലെ തന്നെ സുലാസ്ത്രീയുടെയും മൃതദേഹം ഒരു ചാക്കില് കെട്ടിവച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇവരങ്ങനെ ദേഹം മുഴുവൻ പറ്റിയിട്ടുള്ള ചോരയൊക്കെ വൃത്തിയാക്കുന്നു. അവന്മാര് 2 പേരും കൂടി ചേർന്നായിരിക്കും ഉറപ്പായും സുലാസ്ത്രീയെയും ആ ഒരു പയ്യനെയും കൊന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് ഇപ്പോ യുധിയും അദിത്തും പറയുന്നത്. കാമുകിയെ വിളിക്കാനായിട്ട് റേഞ്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അദിത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും കൂടി ചേർന്ന് വിൻഡ്മില്ലിന്റെ സൈഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മറുവശത്ത് അദിത്തിനും യുധിക്കും ഉള്ള അതേ സംശയമാണ് റിക്കിക്കും സെന്നിനും ഉള്ളത്. അവന്മാരായിരിക്കും കൊന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ സെന്നാകട്ടെ ഇപ്പോൾ കുളിമുറിയിലേക്ക് പോയിട്ട് കുളിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പിന്ന് കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. ഒപ്പം ചോരപ്പാടുകളും. അന്നിവര് സ്റ്റുഡൻസ് ആയി വന്നിരുന്നപ്പോൾ ഇവരുടെ അസോസിയേഷൻ ബാഡ്ജിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നായിരുന്നു അത്. പെട്ടെന്ന് അവന്റെ തോളിലായിട്ട് ആ ഒരു റെഡ് കളറുള്ള ഷോള് വന്നു വീഴുന്നുണ്ട്. പിന്നീട് അവൻ അത് നോക്കുമ്പോൾ കാണാനില്ല. വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന അതിലേക്ക് അവനെ ആരോ മുക്കുന്നുണ്ട്. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവൻ അവിടെ ഇരിക്കുകയാണ്. ആ ഒരു ബാഡ്ജ് കിട്ടിയതോട് കൂടിയിട്ട് അത് അവന്മാരുടെ പണി തന്നെയായിരിക്കും എന്നും പറഞ്ഞ് ഇപ്പൊ റിക്കിയുടെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു ബാഡ്ജ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, എടാ അവന്മാര് തന്നെയാണ് അവളെ കൊന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ബാഡ്ജ് എങ്ങനെയാണ് ആ ഒരു കുളിമുറിയിൽ വരിക? ചുരുക്കി പറഞ്ഞ ഈ 4 പേർക്കും സുലാസ്ത്രീയെയും ഇമാമിനെ കൊന്നത് ആരാണെന്ന് അറിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ് ഇപ്പൊ റിക്കിയും അതുപോലെ തന്നെ നമ്മുടെ സെന്നും. റേഞ്ച് അന്വേഷിച്ച് പോയത് കൊടുങ്കാട്ടിലാണ്. വിൻഡ്മില്ല് കണ്ടെത്താനായിട്ട് ഇവന്മാർക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വോങ്സോ വരുന്നത്. വോങ്സോ ആണെന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ അദിത്തിന്റെ ഫോണ് തട്ടി താഴെ ഇടുന്നുണ്ട്. ഫോൺ അങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. അദിത് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് വോങ്സോയെ തല്ലാനായിട്ട് പോകുമ്പോൾ
നമ്മുടെ യുദ്ധി തടയുന്നുണ്ട്. എടാ അവന് ബുദ്ധി ഇല്ലാത്തതല്ലേ, നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവരൊരു സ്ഥലത്തെത്തിയപ്പോൾ വീണ് പോവുകയാണ്. നോക്കുമ്പോൾ ആ ഒരു കിണർ അവർക്ക് ഓർമ്മ വരികയാണ്. അന്ന് ഇമാമിന്റെയും സുലാസ്ത്രീയുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ടത് ഈ ഒരു കിണറിലായിരുന്നു. ആരാണ് കൊന്നതെന്ന് അന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഇവരുടെ തലയിൽ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 പേരും ഒരുമിച്ച് ആ ഒരു പ്രവൃത്തി ചെയ്തത്. അങ്ങനെ അതിഥും യുദ്ധി നേരെ ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ മടങ്ങി പോകുമ്പോഴാണ് റോങ്ങിങ് സെറിമണി നടക്കുന്നത് കാണുന്നത്. അതില് നമ്മുടെ ലാരാ സതി ശരിക്കും സുലാസ്ത്രീയെ പോലെ തന്നെ ഡാൻസ് ചെയ്യുന്നത് കണ്ട് ഇവര് രണ്ടുപേരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവരിങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ട നമ്മുടെ ഹാദി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ കാണാനായിട്ട് പാടില്ല. ഇത് നിങ്ങൾ കണ്ടെന്ന് ഈ ഗ്രാമീണർ മൊത്തം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും, നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ മടങ്ങി പോവാനായിട്ടാണ് ഇപ്പോൾ ഹാദി പറയുന്നത്. ഇല്ല, ഞങ്ങൾ ഇങ്ങനെ വിൻഡ് മില്ലിന്റെ അവിടേക്ക് റേഞ്ച് നോക്കാനായിട്ട് വന്നതാണ്, അറിയാതെ വന്നു പോയതാണ്, നീ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരും ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി പോകുന്നു. ഇതേ സമയം നമ്മുടെ റിക്കിയുടെ അടുത്തേക്ക് സുലാസ്ത്രി വരികയാണ്. എന്നിട്ട് അവനെ മയക്കുന്ന രീതിയിൽ ആ ഒരു ഗസ്റ്റ് ഹൗസിലെ ബെഡ്റൂമിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. ഈ പൊട്ടനാണെന്നുണ്ടെങ്കിൽ അവളുടെ പിന്നാലെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഷാള് അവന്റെ കഴുത്തിലിട്ടിട്ട് ഒരു ഏറ്റ വലി വലിക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അത് സുലാസ്ത്രിയുടെ പ്രേതമാണെന്ന്. അപ്പോഴേക്കും അതിഥും യുധിയും ഈ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന്മാരെല്ലാരും കൂടി ചേർന്നിട്ട് ആ ഒരു വാതില് ചവിട്ടി പൊളിച്ച് കയറി നോക്കുമ്പോൾ റിക്കി അവന്റെ തന്നെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അന്ന് രാത്രി ഇവര് 4 പേരും ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അതൊരു അടിയിൽ തന്നെ കലാശിച്ചു. രാവിലെ ആയപ്പോ നമ്മുടെ ഹദിയും അതുപോലെ തന്നെ ലാരാ സതിയും കൂടി ചേർന്ന് ഇവർക്കുള്ള ഭക്ഷണവുമായിട്ട് ഇപ്പൊ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം ആകെ ചിന്ന ഭിന്നമായിട്ട് കിടക്കുകയാണ്. എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും കൂടി വൃത്തിയാക്കി ശേഷം ഇവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുമ്പോഴാണ് ഇവർ 4 പേരും ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലാരാ സതിയുടെ ദേഹത്തേക്ക് സുലാസ്ത്രിയുടെ പ്രേതം കയറിയിട്ട് ഇവരുടെ മൈൻഡ് മൊത്തം ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന രീതിയിൽ ഇവരെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിഥിനെയും യുധിയെയും കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇപ്പൊ ആ ഒരു വിൻഡ്മില്ലിന്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങളെ ഈ ഒരു നാട്ടുകാർക്ക് വലിയ കാര്യമാണ്, ഈ ഒരു വിൻഡ്മില്ല് വന്നതോട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്കോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ ഒരു ശിലാഫലകം തന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ശിലാഫലകം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഇവർക്ക് രണ്ടുപേർക്കും മുഖത്ത് ഒരു സന്തോഷം പോലും കാണുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. പെട്ടെന്നാണ് വോങ്സ എന്ന് പറയുന്ന ആ ഒരു വിഡ്ഢിയായിട്ടുള്ള ആള് വന്നിട്ട് അവിടുത്തെ കൊക്കയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുന്നത്. യുധിയും അടിതും ഓടിപ്പോയിട്ട് അയാളെ തടയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം നമ്മുടെ ഹദിയിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ ഒരു വോങ്സോ എന്ന് പറയുന്ന ആള് സുലാസ്ത്രീയെ കാണാതായപ്പോ തന്നെ ഈ ഒരു കൊക്കയിലേക്ക് ചാടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വോങ്സോയുടെ പ്രേതത്തെയാണ് ഈ 4 പേരും ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോഴും വോങ്സോ തന്നെയാണ് ഇവരെ വരവേറ്റത്. അന്ന് സുലാസ്ത്രീയെ കാണാതായപ്പോ നാട്ടുകാർ ഒന്നടങ്കം സംശയിച്ചത് ഈ ഒരു വോങ്സോയെ ആയിരുന്നു. വോങ്സോയെ തല്ലി പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സുലാസ്ത്രീ ആ ഒരു കൊക്കയിലേക്ക് ചാടുന്നത് വോങ്സോ കാണുന്നത്. അതവന്റെ തോന്നൽ മാത്രമായിരുന്നു. ഞാനിതാ വരുന്നു സുലാസ്ത്രീ എന്നും പറഞ്ഞുകൊണ്ട് വോങ്സോയും ആ ഒരു കൊക്കയിലേക്ക് ചാടുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ അതിഥും യുധിയും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ദിവസം ഈ ഗ്രാമത്തിലുള്ള ആ ഒരു വില്ലേജ് ഹെഡിന്റെ വീട്ടിലേക്ക് നമ്മുടെ അതിഥ് ഒറ്റയ്ക്ക് പോവുകയാണ്. എന്നിട്ട് അന്ന് രാത്രി നടന്ന കാര്യങ്ങളെ പറ്റി ആ ഒരു വില്ലേജ് ഹെഡിന്റെ അടുത്ത് തുറന്നു പറയുന്നു. അടുത്ത ദിവസമാണ് ഇവർക്കുള്ള ആ ഒരു അവാർഡ് മറ്റൊക്കെ കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഒരു വിൻമില്ല് തന്നെ നിർമ്മിച്ചു നൽകിയല്ലോ, അതിനു പകരമായിട്ട് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത്. ഇവർക്ക് കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അതിഥ് മാത്രം അത് കുടിക്കുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. വീണ്ടും ഒരു പാസ്റ്റ് കാണിക്കുകയാണ്. അതായത് ഈ ഒരു ചടങ്ങൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു വില്ലേജ് ഹെഡിനെ കാണാനായിട്ട് നമ്മുടെ അതിഥ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വില്ലേജ് ഹെഡും ഹദിയും സംസാരിക്കുന്നത് അതിഥ് ഒളിഞ്ഞു കേട്ടു. മറ്റൊന്നുമല്ല അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അവര് അവരുടെ ചെയ്ത പാപങ്ങളൊക്കെ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കാം എന്നാണ് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവാർഡ് സെറിമണി തുടങ്ങി. നമ്മുടെ ലരാസതിയാണ് ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഇവര് 3 പേർക്കും ഇപ്പോ ലരാസതിയെ നോക്കുമ്പോൾ സുലാസ്ത്രീയുടെ പ്രേതമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത് അന്ന് വില്ലേജ് ഹെഡിന്റെ അടുത്തും ഹദിയുടെ അടുത്തും പോയി പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ഇവര് 3 പേരും കൂടി ചേർന്നാണ് സുലാസ്ത്രീയെയും ഇമാമിനെയും വകവരുത്തിയത്.
എന്നെ അവര് ത്രട്ടൻ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദിത് അവിടെ നിന്നും പോയി. ചുരുക്കി പറഞ്ഞ തന്റെ കൂട്ടുകാരെ ഈ ഒരു ഗ്രാമീണർക്ക് അല്ലെന്നുണ്ടെങ്കിൽ സുലാസ്ത്രീയുടെ പ്രേതത്തിന് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോ അദിത് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡ്രിങ്ക് കുടിച്ചോട് കൂടിയിട്ട് ഈ 3 കൂട്ടുകാരും ഇപ്പോ നല്ല രീതിയിൽ മയങ്ങി. ആ ഒരു തക്കത്തിന് ഗ്രാമീണരെല്ലാരും കൂടി ചേർന്നിട്ട് ആ ഒരു റിച്വൽ ആരംഭിക്കുന്നു. പിന്നീട് സുലാസ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പ്രേതത്തിന്റെ ഒരു ഡ്രീം വേൾഡിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. ഏത് ഈ ഒരു 3 പേരും. അങ്ങനെ വളരെ നിഷ്കരുണമായിട്ട് അവരെ 3 പേരെയും സുലാസ്ത്രീയുടെ പ്രേതം തീർത്ത് കളയുന്നു. ആരും അറിയാതെ അദിത് മാത്രം അവിടെ നിന്ന് പതിയെ രക്ഷപ്പെട്ട് അവന്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അവന്റെ 3 കൂട്ടുകാരെയും ഈ സുലാസ്ത്രീയുടെ പ്രേതം വകവരുത്തി. അങ്ങനെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്നിട്ട് ഇവരുടെ 3 പേരുടെയും മൃതദേഹം ആ ഒരു കിണറ്റിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. സുലാസ്ത്രീയുടെ അമ്മയായിട്ടുള്ള മെനർ അപ്പ പറയുന്നുണ്ട്, ഒരാൾ കൂടി ബാക്കിയുണ്ട്, അയാൾക്കുള്ള സ്ലോട്ട് നമ്മൾ എന്തായാലും കരുതി വെക്കണമെന്ന്. അങ്ങനെ 2 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ അദിതിന്റെ കല്യാണം നടക്കാനായിട്ട് പോകുന്നു. അവിടെയും ഈ ഒരു പാട്ടും അതുപോലെ തന്നെ റോങ്കൺ ഡാൻസും കളിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ അദിത് ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. അദിതിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് അവന്റെ നവവധു ഇവരെയും അങ്ങോട്ടേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ ഹദിയെയും അതുപോലെ തന്നെ ലരാസതിയെയും. ഇവിടെ നിന്നാണ് സുലാസ്ത്രീയെ കൊന്നത് ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുന്നത്. അത് മറ്റാരുമല്ല, അദിത് ഒറ്റയ്ക്കായിരുന്നു. വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതുപ്പെണ്ണ് മണിയറയില് അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അവന് നേരെ പുതുപ്പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് സുലാസ്ത്രീയുടെ പ്രേതത്തെയാണ് നമ്മുടെ ആദിത്യന് കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ ഉടനെ തന്നെ ഒരു ഫ്ലവർ കേസ് വെച്ചിട്ട് അവളുടെ തലയ്ക്ക് അടിക്കാനായിട്ട് തുടങ്ങി. അവളുടെ കഥ കഴിഞ്ഞു. പിന്നീടാണ് അവന് മനസ്സിലാവുന്നത് അവൻ കല്യാണം കഴിച്ച പുതുപ്പെണ്ണായിരുന്നു അതെന്ന്. അന്ന് രാത്രി നടന്നത് മറ്റൊന്നുമല്ല, സുലാസ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം തന്റെ കൂട്ടുകാരുടെ മേലും മുഴുവനായിട്ട് ഈ ഒരു സുലാസ്ത്രീയുടെ ബ്ലഡ് അവൻ പുരട്ടുന്നു. ശേഷം അവരും കൂടി ചേർന്നാണ് ഈ ഒരു കൊലപാതകം നടത്തി എന്ന് വരുത്തി തീർക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒന്നും അറിയാത്ത പാവം ഇമാം കടന്നു വരുന്നത്. അവന്റെ തലക്കടിച്ചതും ഈ ഒരു അദിത് തന്നെയായിരുന്നു. എന്നിട്ട് സുലാസ്ത്രീയുടെയും ഇമാമിന്റെയും ശരീരം കുളിമുറിയിലേക്ക് കൊണ്ട് പോയിടുന്നു. അതിനുശേഷം രാവിലെ ഉറക്കമുണരുമ്പോ ഇവൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് പോലെ കൂട്ടുകാരോടൊപ്പം നിന്ന് അഭിനയിച്ചു. നമുക്കിനി പോവാലോ എന്ന് ലരാസതി ചോദിക്കുമ്പോൾ ഹദി പറയുന്നുണ്ട്, ഇല്ല, അവന്റെ മരണം കൂടി ഉറപ്പാക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് മടങ്ങിയാൽ മതി എന്നാണ് നമ്മുടെ മെനർ പറഞ്ഞിട്ടുള്ളതെന്ന്. മറ്റൊരു വഴിയും ഇനി ഇല്ല എന്ന് മനസ്സിലാക്കിയ ആദിത് ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റെയർ കേസിൽ തന്നെ തൂങ്ങി മരിക്കുകയാണ്. സിനിമയുടെ അവസാനത്തിൽ ആ ഒരു വിൻഡ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ശിലാഫലകമുണ്ടല്ലോ, 4 പേരുടെയും പേരും അതിൽ നിന്ന് വെട്ടിയിരിക്കുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.